നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ റിപ്പോർട്ടുകളുമായി ലൈവ് ന്യൂസ് തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഹരിയാനയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. ഹരിയാനയിൽ ബിജെപിയുടെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ. നിലവിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമാണ് നയാബ് സിംഗ് സൈനി. മനോഹർലാൽ ഖട്ടാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചിരുന്നു. ജെ സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാണ് നീക്കം. 5 ജെ MLA-മാർ ബിജെപിക്കൊപ്പം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു, നിർണായകമായ നീക്കങ്ങളാണ്. ഖട്ടാർ മുഖ്യമന്ത്രിയാകില്ല, പകരം സൈനിയാകും മുഖ്യമന്ത്രി. സൈനി നമുക്കറിയാം സംസ്ഥാന ബിജെപി അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ കുരുക്ഷേത്രയിൽ നിന്നുള്ള എംപിയുമാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് വൈകിട്ടു തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? സ്മിത, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് 5 മണിയോടെ തന്നെ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമാണ് സൈനി. നേരത്തെ ഉച്ചയോടുകൂടിയായിരുന്നു മനോഹർലാൽ ഖട്ടർ രാജി ഗവർണർക്ക് കൈമാറിയത്. അദ്ദേഹത്തെ ലോക്സഭയിൽ മത്സരിപ്പിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർണാലിൽ നിന്നായിരിക്കും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുക. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂചനകൾ വന്നിരുന്നു. ഇതിന്റെ ഇടയിൽ തന്നെയാണ് ഈ ജെപിയും ബിജെപിയുമായുള്ള സഖ്യത്തിൽ ചില വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ദുഷ്യന്ത് ചൌട്ടാല ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കാരണം ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 10 സീറ്റുകളിലും ബിജെപിയും ജെപിയും ഒരുമിച്ച് മത്സരിക്കുവാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് സഖ്യത്തിലെ വിള്ളൽ അത് വർദ്ധിച്ചത്. എന്തായാലും അഭിപ്രായ ഭിന്നതകൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ സർക്കാരിലെ ചില മനോഹർലാൽ ഖട്ടാർ സർക്കാരിനെതിരായ ചില ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നേതൃമാറ്റം ബിജെപി നടത്തിയിരിക്കുന്നത്. എന്നാലും എന്താണ് ബിജെപി ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. ഒരു പക്ഷേ ബിജെപിയെ ഒറ്റയ്ക്ക് ബിജെപി സർക്കാർ രൂപീകരിച്ചേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. മറ്റൊന്ന് ഈ ഒരു വർഷത്തോടുകൂടി, അതായത് 2024 കാലാവധി, ഹരിയാന സർക്കാരിന്റെ കാലാവധി കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു നീക്കങ്ങൾ എന്തെങ്കിലും, അതായത് ലോക്സഭയോടൊപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളും ബിജെപിയുടെ പരിഗണനയിലുണ്ട്. പക്ഷെ ഇതൊന്നും സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈനിയെ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. സ്മിത, അച്യുതൻ, ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ബിജെപിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ 5 MLA-മാർ, ജെപിയിലെ 5 MLA-മാർ ബിജെപി സർക്കാരിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള ഒരു വിവരവും വരുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിയിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്മിത, ഈ ജെപി സഖ്യം ഉപേക്ഷിക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് ഈ 5 MLA-മാർ അത് ബിജെപിക്ക് ഒപ്പമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഈ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ബിജെപി സ്വതന്ത്ര MLA-മാരുടെ സഹായവും തേടിയിട്ടുണ്ട്. അത്തരം നീക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ജെപിയിലുള്ള 5 MLA-മാരെ കൂടി ഒപ്പം നിർത്തിയായിരിക്കും ബിജെപി അധികാരത്തിൽ വരിക. നിലവിൽ 90 നിയമസഭയിൽ 41 ബിജെപിയുടെ അംഗബലം. ജെപിക്കാണെങ്കിൽ 10 MLA-മാരുമാണ് ഉള്ളത്. ഇതിൽ ബാക്കിയുള്ള ഈ 5 MLA-മാരെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, ഒപ്പം സ്വതന്ത്ര MLA-മാരെ കൂടി ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം കോൺഗ്രസിനും ഇതിൽ സാധ്യതകളുണ്ട്. കാരണം സ്വതന്ത്ര MLA-മാരെ ഒപ്പം നിർത്തി കൂടാതെ തന്നെ ഈ ജെപി ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഒരുപക്ഷെ സാധ്യതകളുണ്ട്. പക്ഷെ എന്തായാലും അത്തരം നീക്കങ്ങൾക്ക് പുറമെ ബിജെപി ഈ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നതായുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് ദുഷ്യന്ത് ചൌട്ടാല ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയിൽ സഖ്യം സംബന്ധിച്ച് എന്താണ് ഇനിയുള്ള അന്തിമ നിലപാട് എന്നതിലൊരു വ്യക്തത വരും. സഖ്യം ഉപേക്ഷിക്കുന്നതാണോ അതോ ഇനിയും ആ സഖ്യം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമോ എന്നതിൽ കൂടി ഒരു വ്യക്തത ആ നിമിഷത്തിൽ പുറത്തു വരും. ശരി. ഹരിയാനയിൽ ബിജെപിയുടെ നിർണായക രാഷ്ട്രീയ നീക്കം. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് വൈകിട്ട് 5 മണിക്കാകും സത്യപ്രതിജ്ഞ. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപയോഗം
കുതിച്ചുയരുകയാണ്. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നിരിക്കുന്നു. ഇന്നലെ ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം, ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ ഈ ചൂട് കാരണം കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, അത് പലരും പരാതി പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് സ്വാഭാവികമായി വൈദ്യുതി ഉപയോഗം കൂടുന്നു. പക്ഷേ ഇത് റെക്കോർഡിലേക്ക് എത്തുന്നു അല്ലേ? അസ്മിത, സംസ്ഥാനത്ത് വേനൽ കടുത്തോടുകൂടി വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രതിദിന വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് എന്ന ഒരു കണക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സർവകാല റെക്കോർഡിലേക്ക് അടുക്കുന്ന ചില സൂചനകളാണ് ഇപ്പോൾ ഈ കണക്കുകൾ വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. നേരത്തെ വൈദ്യുതി ഉപയോഗത്തിലെ സർവകാല റെക്കോർഡ് 2023 2023 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് 102.99 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് അതിനും ഒരു മാസത്തിന് മുമ്പേ ഈ ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് എന്ന ഉപയോഗത്തിലേക്ക് ഇപ്പോൾ വൈദ്യുതി ഉപയോഗം കടന്നിരിക്കുന്നു. ഇത് സംസ്ഥാന വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം എന്നും ഈ കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. 50,031 മെഗാവാട്ടാണ് ഈ സമയത്ത് പീക്ക് സമയമായ 6 മണി മുതൽ 11 മണി വരെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇത് സർവകാല റെക്കോർഡാണ്. കഴിഞ്ഞ വർഷത്തെ കൺസംഷനുമായിട്ട് ഉപഭോഗവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 5024 മെഗാവാട്ടായിരുന്നു സർവകാല റെക്കോർഡ്. സ്വാഭാവികമായും ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ സംസ്ഥാന വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഈ കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചതിൽ 78 ദശലക്ഷം യൂണിറ്റിലധികവും സംസ്ഥാനത്തിന് പുറത്തു നിന്ന് KSEB വാങ്ങിച്ചതാണ്. നേരത്തെ തന്നെ ചില ദീർഘകാല കരാറുകൾ റദ്ദാക്കുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകുന്നതിന് ഈ കമ്പനികൾ, സ്വകാര്യ ഉൽപ്പാദന കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ സംസ്ഥാന വൈദ്യുതി മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും. സ്മിത, ശരി. VA ഗിരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. വൈകുന്നേരത്തെ ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വൈദ്യുതി കൂടുതൽ വാങ്ങേണ്ടി വന്നാൽ തീർച്ചയായിട്ടും പരോക്ഷമായി അത് സൂചിപ്പിക്കുന്നത് വൈദ്യുതി ചാർജ് കൂടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പീക്ക് ടൈമിൽ, വൈകിട്ടത്തെ പീക്ക് ടൈമിൽ ഉപഭോഗം വളരെയധികം ശ്രദ്ധിച്ചാകാം. ചൂടാണ്, ഉപയോഗിക്കാതെ പറ്റില്ല. പക്ഷേ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയൊക്കെ, ആ സമയത്ത് ഉപയോഗിക്കാതെയൊക്കെ നമുക്കും ജാഗ്രതയോടെ തന്നെ വൈദ്യുതി ഉപയോഗിക്കാം. ഏതായാലും കടുത്ത ചൂടാണ്. ചൂട് കൂടി വരുന്നതോടെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അടുത്ത 2 ദിവസം പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനും സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, വലിയ ചൂടാണ്. ഇനിയുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ ചൂട് കടുക്കാൻ തന്നെ സാധ്യത അല്ലേ? സ്മിത, കാര്യമായി തന്നെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ ആ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ താപനില ഉയർന്നു തന്നെ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം പ്രവചിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 39 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ അത് അനുഭവവേദ്യമാകുന്ന ചൂട് 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. കൊല്ലത്ത് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ജില്ലകളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഉയർന്ന താപനിലയും ഒപ്പം ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖല ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ചൂടും അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ സൂര്യതപത്തിന് ഒപ്പം സൂര്യാഘാതത്തിനൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിർജ്ജലീകരണത്തിന് സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. ധാരാളം വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. അത് മാത്രമല്ല, ഈ വേനൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തീപിടുത്തത്തിന് കൂടി സാധ്യതയുണ്ട്. അത് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാട്ടുതീ വർദ്ധിക്കാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അതുമാത്രമല്ല, ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലൊക്കെ തീപിടുത്തത്തിന് സാധ്യതയുള്ളതിനാൽ ഈ സുരക്ഷാ മുൻകരുതലുകൾ നേരത്തെ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫയർ ഓഡിറ്റ് അടക്കം നടത്തി ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണെന്ന്
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അല്പം മുമ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. അതായത് ഈ ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ജ്യൂസ് കടകളിലും കുപ്പിവെള്ളം വിൽക്കുന്ന കടകളിലുമൊക്കെ പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മലിനജലം അല്ലെങ്കിൽ ശുചിയല്ലാത്ത ജലവും അത്തരത്തിലുള്ള ഐസും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിന് അത്തരമൊരു പരിശോധന കൂടി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ ആരംഭിക്കുന്നു. സ്മിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാകും ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ, അതുപോലെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ തന്നെ പാലിച്ച് നമുക്ക് ഈ കടുത്ത വേനലിനെ ചെറുക്കാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണമോ പുതിയ ഹർജി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ നിയമവശങ്ങൾ പരിശോധിച്ചു തുടങ്ങി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്ന് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, വലിയ പ്രതിഷേധം ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ? മുസ്ലിം ലീഗ് തനിച്ച് പോരാട്ടത്തിനൊരുങ്ങുകയാണോ? സ്മിത, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക്, നടപടികളിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ എല്ലാം തന്നെ നിയമപരമായി ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള അവരുടെ പോരാട്ടം തുടരാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു. പലയിടങ്ങളിലും ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഇന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച്, ഇതിൻ്റെ നിയമപരമായ വഴികളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമപരമായ വഴികൾ കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടുന്നത്. 2020 ജനുവരി മാസത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അപേക്ഷ നൽകുകയോ അതിൽ പഴയ കേസിൻ്റെ കാര്യം പരാമർശിക്കുകയോ ചെയ്താൽ മതിയോ, അതോ പുതിയ സ്യൂട്ട് ഫയൽ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ ആലോചന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമോപദേശവും തേടിയിട്ടുണ്ട്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇക്കാര്യത്തിലേക്കുള്ള അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ ഇപ്പോഴും സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് ഇത്തരത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, വിവേചനപരമാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കേന്ദ്രത്തിൻ്റെ ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത് നടപ്പായാൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഇതുതന്നെയായിരിക്കും. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിയാലോചനകളും ഇപ്പോൾ നിയമപരമായി ഇതിനെ നേരിടുന്നതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയമായി ഇതിനെ മറ്റൊരു തരത്തിൽ നേരിടാനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ BJP ഒഴികെയുള്ള മറ്റുള്ള പാർട്ടികളും മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും AG's ഓഫീസ് മാർച്ച് അടക്കമുള്ളവയിലേക്കും CPIയും LDF ഉൾപ്പെടെയുള്ള കടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ UDF-ലാകട്ടെ ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉള്ള ഒരു മുന്നണിയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന് യോജിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക് വരണം എന്നൊരു അഭിപ്രായവും ശക്തമാണ്. അവരും പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു. പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം നിയമോപദേശം തേടുകയാണ്. അതിനുശേഷമാകും ഇതിനെതിരെ നിയമ ഭേദഗതിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് സർക്കാർ കടക്കുക. സംസ്ഥാന സർക്കാർ അതിനൊരുങ്ങുകയാണ്. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ മറ്റ് പാർട്ടികളുമായി യോജിച്ചുള്ള സമരം വേണ്ട എന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി. മത അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിജ്ഞാപനത്തിനു പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിലൊരു പാടില്ല, ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദുരുദ്ദേശമാണ്. ഇപ്പം മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിജ്ഞാപനത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്നും തങ്ങൾ. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJP സർക്കാർ അതിപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്.
നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്തേക്ക് സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ രണ്ടാമത് സർപ്പ് ഒരു ഹർജി ഇപ്പോൾ ഇന്നും കൊടുക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, CAA-ക്കെതിരെ മുന്നോട്ട് പോകുന്നു, നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ മറ്റു പാർട്ടികളുമായി യോജിച്ച് സമരം വേണ്ട എന്നിപ്പോൾ നേതൃയോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഏത് രീതിയിലാകും ഇവരുടെ പ്രതിഷേധങ്ങൾ? ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട ഇതോടൊപ്പം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ അവകാശങ്ങൾ ഓരോ സംസ്ഥാനത്തിലും നിലനിൽക്കുകയാണ് ഇത്തരമൊരു നിലപാട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് തന്നെ വേണം കരുതാൻ. മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിവാഹ പ്രശ്നങ്ങൾ മാത്രം ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതും വിവേചനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാം. ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുക. ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ തകർക്കുന്നതും ഗോവധത്തിൻ്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതും ഈ സംഭവത്തിൻ്റെ തന്നെ പരമ്പരകളാണ്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചിത്രം. രാജ്യത്തുടനീളം രൂപപ്പെട്ടു വന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും വ്യാപകമാണ്. മണിപ്പൂരിൽ ഉൾപ്പെടെ അതെല്ലാവരും പകൽ വെളിച്ചം പോലെ കണ്ടിട്ടുള്ളതാണ്. ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും രാജ്യത്ത് വ്യാപകമായിട്ട് നടന്നു വരികയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കാനും സ്ത്രീകളുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ അതിന് നേരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കാര്യപരിപാടികളുടെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന എല്ലാ മതവിശ്വാസികൾക്കും, ഇനി വിശ്വാസികൾ അല്ലാത്തവർക്കും പൗരത്വ അവകാശം നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം. ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക, മതരാഷ്ട്രവാദം, ആ നിലപാടാണ് ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ മതനിരപേക്ഷത തകർക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പുതിയ നിലപാടുകൾ. കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായി രാജ്യത്തുയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളും അത്തരം സമരങ്ങളുമെല്ലാം ദുർബലപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ
രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പൗരത്വ നിയമം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ പീഡനങ്ങൾക്കിടയാവുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഉദാഹരണമായി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബർമ്മയിൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ പോലുള്ള വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവ പരിഗണിക്കുന്നില്ല. പൗരത്വ ഭേദഗതി രാജ്യത്തുയർന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഇടതുപക്ഷം എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് പാർലമെൻറ്റിൽ ശക്തിയായ നിലപാടുകൾ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന സമീപനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെ തകർക്കുന്നതാണ് ഈ നീക്കം. ഇതിനെ ശക്തമായി തന്നെ ചെറുക്കും എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഈ വിഷയത്തിൽ തന്നെ ഷഹദ് റഹ്മാൻ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്, പ്രതിഷേധം ഏത് രീതിയിലാണ് അവർ തുടരുക, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിൽ പാർട്ടി നീക്കങ്ങൾ നടത്താനാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതൃയോഗത്തിൽ തീരുമാനമായത്. അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഷഹദ് നൽകുക. ഷഹദ് പറയൂ. ആസ്മിത, അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അടിയന്തര യോഗം ചേരുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തു വന്നതിന് ശേഷം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ലീഗിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ യോഗത്തിൽ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് നിയമപരമായി എങ്ങനെയെല്ലാം നേരിടാൻ പറ്റും ആ രീതിയിലൊക്കെ തന്നെ നേരിടുക എന്നൊരു തീരുമാനമാണ് പ്രധാനമായിട്ടും കൈക്കൊണ്ടിട്ടുള്ളത്. കാരണം ഇതൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇത് രാജ്യത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ പറ്റും അക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊള്ളുകയും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ സംഘടനകൾ സമരം നടത്തുന്നുണ്ട്. ആ സമരം അതുപോലെ തന്നെ നടക്കട്ടെ. ഉദ്ദേശശുദ്ധിയിൽ തങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. നല്ല ശുദ്ധിയോടുകൂടി ആര് സമരം നടത്തിയാലും അത് സ്വീകാര്യമാണ് എന്നൊരു കാര്യമാണ് ലീഗ് നേതൃത്വം ഇന്ന് വ്യക്തമാക്കിയത്. ഷഹദ് റഹ്മാനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളുമായി ലൈവ് ന്യൂസ് തുടരും. ഇടവേളയ്ക്ക് ശേഷം ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് CAA യാഥാർത്ഥ്യമാക്കിയത്. അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. हमने कहा था हम CAA लाएंगे. कांग्रेस पार्टी CAA का विरोध करती थी. आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश, अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे, जो वहां की प्रताड़ना झेल कर आएंगे, उसको हम नागरिकता देंगे. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോൾ അമിത്ഷാ ന്യായീകരിക്കുകയാണ് CAA നിയമ ഭേദഗതിയെ. ആർ രാധാകൃഷ്ണനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ പ്രതിഷേധമാണ്. ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അഭയാർത്ഥികളോടുള്ള സ്നേഹമൊന്നുമല്ല ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമ ഭേദഗതി തീർച്ചയായിട്ടും അത് രാജ്യ താൽപര്യം മുൻനിർത്തി തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു.
തീർച്ചയായിട്ടും കഴിഞ്ഞ 2019 ഈ നിയമം കൊണ്ടുവരുന്ന സമയത്തും അത് പാസ്സാക്കിയ സമയത്തും തുടർന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്തും ഒക്കെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനമായിട്ട് ചില കേസുകൾ ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇന്ന് ഫലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം ഈ CAA ചട്ടങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധം നടത്തുന്നവർക്ക് ഈ അഭയാർത്ഥികളോടുള്ള താല്പര്യം അല്ല, അതിന് പിന്നിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ വിധത്തിൽ പ്രതിഷേധം നടത്തുന്നത് എന്നതാണ്. ഫലത്തിൽ ഈ നിയമനിർമ്മാണവും അതിനനുബന്ധമായിട്ട് ഇപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും രാജ്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ അഭയാർത്ഥികൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ സാഹചര്യം അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. 3 രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളായി കഴിയുന്ന ആളുകൾക്ക് വലിയ കഷ്ടതകൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അവരെ പൗരത്വം നൽകി ശാക്തീകരിക്കുക എന്നുള്ള ഒരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്നതിലടക്കം രാഷ്ട്രീയവും ചില താല്പര്യങ്ങളുമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചത്. അദ്ദേഹം ഹൈദരാബാദിൻ്റെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളെ കൂടി വിശദീകരിച്ചുകൊണ്ടാണ് തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തമിഴ്നാട്ടിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നിയമം ഭരണഘടനയ്ക്കെതിരാണെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനേഷ് മൂർത്തി, വീണ്ടും ആവർത്തിച്ചു തന്നെ പറയുന്നു തമിഴ്നാട്ടിൽ ഈ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. വിവരങ്ങൾ. സ്മിത, തുടക്കം മുതൽ തന്നെ കൃത്യമായ നിലപാടാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ DMK മന്ത്രിസഭയും ഒക്കെ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. CAA-ക്കെതിരെ പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം 2019 വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ CAA-ക്കെതിരെ ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷാഹീൻ ബാഗുകൾ ഉണ്ടായിരുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും DMK സർക്കാർ വരികയും അതിനുശേഷം ഇവിടെ CAA നടപ്പാക്കില്ല എന്നുള്ള പ്രമേയം പാസ്സാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ നിലപാട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പ്രസ്താവനയിലൂടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വളരെ നിശിതമായ വിമർശനം ഈ CAA വിജ്ഞാപനത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ CAA നടപ്പാക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അടിവരയിട്ട് ഉറപ്പിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നു. മാത്രമല്ല, CAA എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് എന്നും എന്തായാലും അദ്ദേഹം ആ ഒരു കുറിപ്പിൽ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളും റിപ്പോർട്ടുകളുമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് ന്യൂസിലേക്ക് തിരികെ എത്താം. ലൈവ് ന്യൂസ് ഇനി പോകുന്നത് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ മലയാളി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡൽഹി സർവകലാശാലയിലെ ആർട്സ് ആൻഡ് ഫാക്കൽറ്റിക്ക് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്ഥലത്ത് വലിയ പോലീസ് വിന്യാസമുണ്ട്. നിതിൻ അബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ഇതിന്റെ ഈ ക്യാമ്പസിനകത്തു കയറി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നുവല്ലോ. സ്മിത, അങ്ങനെ തന്നെയാണ്. ക്യാമ്പസിനകത്ത് കയറിയാണ് ഇപ്പോൾ പോലീസ് വിദ്യാർത്ഥികളെ അടക്കം കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസും അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം തന്നെ ഇപ്പോൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ക്യാമ്പസിനകത്താണ് വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, ഐസ, SIO, MSF അടക്കമുള്ള വിവിധ സംഘടനകൾ പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ രംഗത്ത് വരികയും ഇന്ന് പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി തന്നെ ക്യാമ്പസിന് പുറത്ത് വലിയ സുരക്ഷാ പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ് ഏതാനും മിനിറ്റുകൾ മുമ്പ് തന്നെ പോലീസ് ക്യാമ്പസിനകത്ത് കയറുകയും അതിനുശേഷം ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. നമ്മളിപ്പോൾ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് വിദ്യാർത്ഥികളെ വലിച്ചഴിച്ച് ഇപ്പോൾ ബസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി മലയാളി വിദ്യാർത്ഥികളടക്കം ഇതിനും തന്നെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധത്തിന് തുടങ്ങുന്ന ഏതാനും മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളെ ഓരോരുത്തരായി ഇത്തരത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിൽ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. എന്തായാലും
വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ 2 ബസ്സുകളിൽ ഇതിനും തന്നെ പ്രതിഷേധക്കാരെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഗുണ്ടകളെ പോലെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുന്നിൽ പോലീസ് ഞങ്ങളെ ഫ്ലാഗുകളും കൊടിതോരണങ്ങളും വലിച്ചിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റികൾ ഗുണ്ടകളാണെന്ന് പോലെ അറിയില്ല. ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് MSF ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതാണ് ക്യാമ്പസിന് പുറത്തേക്ക് ഇപ്പോൾ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. വലിയ പോലീസും ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനും തന്നെ 2 ബസ് വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഒരു പക്ഷേ 4 വർഷം മുൻപ് ഡൽഹിയിൽ എങ്ങനെയാണോ പ്രതിഷേധം രൂപപ്പെട്ടത് സമാനമായ നിലയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളാകുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെ അടക്കം ഓരോരുത്തരായി ഇപ്പോൾ പോലീസ് ഇപ്പോൾ ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് സ്മിത. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഐസ, അതോടൊപ്പം തന്നെ SIO, കൂടാതെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ MSF, ഐസ, BASF, അതോടൊപ്പം തന്നെ BSCEM, DSU അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്താണ് പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ഈ പ്രതിഷേധം ചെറുക്കാൻ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സേന ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ആർട്സ് ആൻഡ് ഫാക്കൽറ്റി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം പോലീസ് തടയുന്ന ഘട്ടത്തിലായിരുന്നു MSF ഇവിടെ വന്ന് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ MSFിലെ വിദ്യാർത്ഥികളാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. മാത്രമല്ല ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ ഓരോരുത്തരായി ഇപ്പോഴും പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് സ്മിത. ഇതിനമ്പതിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹി സർവകലാശാലയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധക്കാരിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. MSF ഉൾപ്പെടെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ക്യാമ്പസിനകത്തുണ്ട്. ഒരു വശത്ത് പോലീസ് വിദ്യാർത്ഥികളെ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നുമുണ്ട്. വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, ഈ തുടക്കത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണോ ഇത് തുടങ്ങിയത്? ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്യാൻ? ഇവിടെ ഈ സിറ്റിസൺഷിപ്പ് നമ്മൾ നേടിയെടുത്താണ്. മാപ്പിളമാരോട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇൻഡിപെൻഡൻസ് ചെയ്ത് നേടിയെടുത്തതാണ്. വാട്ട് റൈറ്റ് ടു ദിസ് BJP ഗവൺമെന്റ് ഹാവ്? എന്തായാലും ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകും. എന്തായാലും പ്രതിഷേധിക്കും. ഡീറ്റെയിൻ ചെയ്തവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും പ്രതിഷേധിക്കുന്നതാണ്. ഈ CA-NRC ഇവിടെ പ്രാബല്യത്തിൽ വരാൻ ആരും സമ്മതിക്കില്ല. നമ്മൾ ഉൾപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും BJP പൊളിറ്റിക്കൽ പാർട്ടീസും സമ്മതിക്കുന്നില്ല. വിദ്യാർത്ഥികളാണ് ഇല്ല. അകത്തെ പ്രതിഷേധത്തിന് അനുവാദമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് MSF ഇപ്പോൾ പുറത്ത് പ്രതിഷേധിക്കുന്നത്. MSF വിദ്യാർത്ഥികളെ ഓരോരുത്തരായി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. 2 ബസ്സുകളിലായി ഇപ്പോൾ വിദ്യാർത്ഥികളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിൽ ഉയരുകയാണ്. നമുക്കറിയാം 2019 സമാനമായ നിലയിൽ തന്നെ ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനൊത്ത ഒരു പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉയർന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിജ്ഞാപനത്തിന്റെ പകർപ്പും കത്തിച്ചിരുന്നു. പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നത്. എന്തായാലും ശക്തമായി മുന്നോട്ട് പോകും. ഇത് ഒരു ദിവസത്തിലൂടെ അടങ്ങുന്നതല്ല. ഇത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വെറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു സമരമാണിത്. ഇതിന്റെ അവസാനം വരെ CA ഇവിടുന്ന് നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും. വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രതികരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ വനിതാ പോലീസുകാരെ ഒരു കുട്ടിയെ മാത്രം വലിച്ചയച്ചുകൊണ്ട് ഡ്രസ്സൂര്, ഷോളൂര്, ചെരുപ്പ്, എന്റെ 2 ചെരുപ്പും പോയി. എന്റെ 2 ചെരുപ്പ് പാരിസ, എന്റെ 2 ചെരുപ്പും പോയി. അകത്തുനിന്ന് പോലീസുകാരെ, ക്യാമ്പസിനുള്ളിൽ പ്രവേശനമില്ലാത്ത പോലീസുകാരെ ക്യാമ്പസിനുള്ളിൽ കയറി ഒരു ഗേളിനെ 15ഓളം വനിതാ പോലീസുകാർ ചേർന്ന് വലിച്ചയച്ച് നിലത്ത് കൂടി വലിച്ചയച്ചാണ് കൊണ്ടുവന്നത്. ഡൽഹി പോലീസ് മുർദാബാദ്! ഡൽഹി പോലീസ് മുർദാബാദ്!
ഡൽഹി സർവകലാശാലയിൽ സിഎക്കെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിൽ ഇപ്പോഴുള്ളത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ട്രെയിൻ തടഞ്ഞായിരുന്നു പ്രതിഷേധം. അരുൺ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ രാജ്, ഈ ട്രെയിൻ തടഞ്ഞുള്ള അവരുടെ പ്രതിഷേധം അതിപ്പോൾ അവസാനിച്ചോ അതോ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? സ്മിത, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉപരോധം നടന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആലപ്പുഴ നാഗർകോവിൽ പാസഞ്ചറാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടത്. തുടർന്ന് പോലീസും RPF ഉദ്യോഗസ്ഥരും എത്തി ഈ ട്രെയിൻ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം വരും ദിവസങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി യൂത്ത് കോൺഗ്രസ് ഘട്ടത്തിൽ നൽകുന്നുണ്ട്. സിഎക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കൊല്ലത്തായിരുന്നു ഇന്ന് പ്രതിഷേധം. ട്രെയിൻ തടഞ്ഞായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് കാണും.